ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉത്തരകാണ്ഡം അധ്യായം 2. വാത്മീകി ആശ്രമത്തിലെ സീതാദേവി. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് അയോധ്യയിലെ ജനങ്ങൾ ഉയർന്ന അപവാദത്തിന്റെ പേരിൽ ശ്രീരാമൻ ഹൃദയം തകർന്ന് സീതാദേവിയെ വനത്തിലേക്ക് അയച്ചതായിരുന്നു. രാമന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ സീതയെ വനത്തിൽ കൊണ്ടുവന്നു. സീതാദേവി അന്ന് ഗർഭിണിയായിരുന്നു. തന്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. ലക്ഷ്മണൻ കണ്ണുനീരോടെ സീതയുടെ പാദങ്ങളിൽ വീണ് മടങ്ങിയപ്പോൾ ആ കാട്ടിൽ സീത മാത്രം അവശേഷിച്ചു. ചുറ്റും കാടിന്റെ നിശബ്ദത, അകലെയായി ഒഴുകുന്ന നദിയുടെ ശബ്ദം, പക്ഷികളുടെ കരച്ചിൽ, വൃക്ഷങ്ങളുടെ ഇലകൾ കാറ്റിൽ ഇളകുന്ന ശബ്ദം. എന്നാൽ സീതാദേവിയുടെ ഹൃദയത്തിൽ അതിനേക്കാൾ വലിയൊരു കൊടുങ്കാറ്റായിരുന്നു. അവൾ രാമനെ ഓർത്തു. എന്റെ രാമ എന്ന് വിളിച്ചുകൊണ്ട് അവൾ കണ്ണുനീർ പൊഴിച്ചു. അയോധ്യയിലെ കൊട്ടാര ജീവിതം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. രാമന്റെ അരികിലിരുന്ന നാളുകൾ, അവനോടൊപ്പം പങ്കിട്ട സന്തോഷങ്ങൾ, വനവാസകാലം, പഞ്ചവടി, രാവണന്റെ അപഹരണം, അശോകവനത്തിലെ ദുഃഖം, ഹനുമാൻ കൊണ്ടുവന്ന രാമന്റെ മോതിരം, ലങ്കയിലെ യുദ്ധം, രാവണവധം, അഗ്നിപരീക്ഷ, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ്, എല്ലാം അവളുടെ ഓർമ്മയിൽ ഒന്നിനു പിന്നാലെ ഒന്നായി തെളിഞ്ഞു. ഇത്രയും പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും എനിക്ക് ഈ വിധി എന്തുകൊണ്ടാണ്? സീതയുടെ മനസ്സിൽ ഒരു നിമിഷം വേദന ഉയർന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ തന്റെ മനസ്സിനെ ശാന്തമാക്കി. ഇതെല്ലാം ദൈവത്തിന്റെ ലീല തന്നെ ആയിരിക്കണം. രാമനെ കുറ്റപ്പെടുത്താൻ അവൾ തയ്യാറായില്ല. കാരണം സീതയ്ക്കറിയാമായിരുന്നു, രാമൻ തന്നെ ഉപേക്ഷിച്ചതല്ല, രാജധർമ്മത്തിന്റെ ഭാരമാണ് രാമനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. അവൾ കണ്ണുനീർ തുടച്ചു. എന്റെ രാമൻ എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സീത വനത്തിൽ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ദൂരെയായി ചില മുനികുമാരന്മാരുടെ ശബ്ദം അവൾ കേട്ടത്. അവർ ഒരു ആശ്രമത്തിൽ നിന്നായിരുന്നു വരുന്നത്. അവർ സീതയെ കണ്ടു. വനത്തിന്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗർഭിണിയായ ആ ദിവ്യ സ്ത്രീയെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവളുടെ മുഖത്ത് ദുഃഖമുണ്ടായിരുന്നു. എങ്കിലും ആ ദുഃഖത്തിനുള്ളിലും ഒരു അസാധാരണമായ തേജസ് ഉണ്ടായിരുന്നു. അവർ ആശ്രമത്തിലേക്ക് മടങ്ങി വിവരം അറിയിച്ചു. അത് വാൽമീകി മഹർഷിയുടെ ആശ്രമമായിരുന്നു. വാൽമീകി മഹർഷിക്ക് ദിവ്യ ദൃഷ്ടിയിലൂടെ നടന്നതെല്ലാം മനസ്സിലായി. സീത ആരാണെന്നും അവൾ എന്തുകൊണ്ടാണ് വനത്തിൽ എത്തിയതെന്നും അദ്ദേഹം അറിഞ്ഞു. മഹർഷി ശിഷ്യന്മാരോടൊപ്പം സീതയുടെ അടുത്തേക്ക് ചെന്നു. സീത വാൽമീകിയെ കണ്ടപ്പോൾ ആദരവോടെ കൈകൂപ്പി നിന്നു. വാൽമീകി മഹർഷി സ്നേഹത്തോട് പറഞ്ഞു, മകളെ, ഭയപ്പെടേണ്ട. ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ സീതയുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസം നിറഞ്ഞു. വാൽമീകി തുടർന്നു, നീ മഹാപതിവ്രതയാണ്. നിന്റെ പതിവ്രതത്തെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു സംശയവുമില്ല. നീ ഈ ആശ്രമത്തിൽ എന്റെ മകളെ പോലെ കഴിയുക. സീതയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് ദുഃഖത്തിന്റെ കണ്ണുനീർ മാത്രമായിരുന്നില്ല, ആശ്വാസത്തിന്റെ കണ്ണുനീർ കൂടിയായിരുന്നു. അങ്ങനെ വാൽമീകി മഹർഷി സീതയെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആശ്രമ ജീവിതം ശാന്തമായിരുന്നു. അവിടെ മുനിമാരും മുനിപത്നിമാരും താമസിച്ചിരുന്നു. വേദമന്ത്രങ്ങളുടെ നാദം കേൾക്കാമായിരുന്നു. പുലർച്ചെ സൂര്യോദയത്തിനു മുമ്പ് തന്നെ ആശ്രമ ജീവിതം ആരംഭിക്കും. മുനിമാർ നദിയിൽ സ്നാനം ചെയ്യും. യാഗങ്ങളും ജപങ്ങളും നടക്കും. പക്ഷികളും മാൻകൂട്ടങ്ങളും ഭയമില്ലാതെ ആശ്രമ പരിസരത്ത് സഞ്ചരിക്കും. അത്തരമൊരു പുണ്യഭൂമിയിൽ സീതയ്ക്ക് പതിയെ മനഃശാന്തി ലഭിച്ചു. അവൾ തന്റെ ജീവിതത്തിലെ ദുഃഖം മറക്കാൻ ശ്രമിച്ചില്ല. പകരം അതിനെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. എന്റെ ജീവിതം ഇനി രാമന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. ദിവസങ്ങൾ കടന്നുപോയി. സീതയുടെ ഗർഭകാലം പൂർണ്ണമായി. ഒരു ദിവസം ആശ്രമത്തിൽ അസാധാരണമായൊരു സന്തോഷം നിറഞ്ഞു. സീതാദേവിക്ക് ഇരട്ട പുത്രന്മാർ ജനിച്ചു. മഹർഷി സന്തോഷിച്ചു. ആശ്രമം മുഴുവൻ മംഗളഗാഥം നിറഞ്ഞു. വാൽമീകി മഹർഷി ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ഒരു ബാലന് ലവൻ എന്നും
മറ്റേ ബാലന് കുശൻ എന്നും നാമകരണം ചെയ്തു. ലവനും കുശനും വളരാൻ തുടങ്ങി. അവർ സാധാരണ കുട്ടികളായിരുന്നില്ല. അവരുടെ മുഖത്ത് ദിവ്യമായ തേജസ് ഉണ്ടായിരുന്നു. കണ്ണുകളിൽ അസാധാരണമായ ധൈര്യം, വാക്കുകളിൽ മാധുര്യം, ഹൃദയത്തിൽ ധർമ്മബോധം. സീത അവരെ സ്നേഹത്തോടെ വളർത്തി. അവൾ അവർക്ക് ബാല്യത്തിൽ തന്നെ രാമന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ പിതാവ് ധർമ്മത്തിന്റെ പ്രതിരൂപമാണ് എന്നവൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം മാത്രം അവൾ അവരോട് പറഞ്ഞില്ല. നിങ്ങളുടെ പിതാവ് അയോധ്യയിലെ രാജാവായ ശ്രീരാമനാണ് എന്ന സത്യം. എന്തുകൊണ്ട്? അതിന്റെ സമയം ഇതുവരെ വന്നിരുന്നില്ല. വാൽമീകി മഹർഷി ആ ബാലന്മാരുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു. വേദങ്ങൾ പഠിപ്പിച്ചു, ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു, ധർമ്മം പഠിപ്പിച്ചു, സത്യത്തിന്റെ മഹത്വവും പഠിപ്പിച്ചു. അതിനൊപ്പം ധനുർവിദ്യയും ആയുധവിദ്യയും അഭ്യസിപ്പിച്ചു. കുതിരസവാരി, രഥസഞ്ചാരം, യുദ്ധകലകൾ എന്നിവയും അവർ പഠിച്ചു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ പഠനം മറ്റൊന്നായിരുന്നു. വാൽമീകി മഹർഷി രചിച്ച രാമായണ കാവ്യം ലവകുശന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവർ പാടാൻ തുടങ്ങി. ആ പാട്ടിന് അത്ഭുതകരമായ മാധുര്യമുണ്ടായിരുന്നു. രാമന്റെ ജനനം, വിശ്വാമിത്രനോടൊപ്പം പോയത്, സീതാ സ്വയംവരം, വനവാസം, സീതാഹരണം, ഹനുമാന്റെ ലങ്കായാത്ര, സേതുബന്ധനം, രാവണവധം, സീതയുടെ അഗ്നിപ്രവേശം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് എല്ലാം അവർ പാടി. അവർ പാടുമ്പോൾ കേൾക്കുന്നവർക്ക് ആ സംഭവങ്ങൾ കണ്ണിനു മുന്നിൽ നടക്കുന്നത് പോലെ തോന്നി. എന്നാൽ ലവകുശന്മാർക്ക് അറിയില്ലായിരുന്നു അവർ പാടുന്നത് സ്വന്തം പിതാവിന്റെ ജീവിതകഥയാണെന്ന്. സീതാദേവി അകലെ ഇരുന്ന് അവരുടെ പാട്ടുകൾ കേൾക്കും. അവളുടെ ഹൃദയം അഭിമാനത്തിൽ നിറയും. പക്ഷേ അതിനൊപ്പം ഒരു വേദനയും ഉണ്ടാവും. എൻ്റെ മക്കൾ ഒരു ദിവസം അവരുടെ പിതാവിനെ കാണുമോ എന്ന ചിന്ത അവളുടെ മനസ്സിൽ ഉയരും. അവൾ വീണ്ടും ഭഗവാനെ സ്മരിക്കും. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ കാലം കടന്നുപോയി. ലവകുശന്മാർ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വളർന്നു. അവരുടെ വീര്യം ദിനം പ്രതി വർദ്ധിച്ചു. ഒരു ദിവസം വാൽമീകി മഹർഷി അവരെ വിളിച്ചു. മക്കളെ, നിങ്ങൾ പഠിച്ച രാമായണം ഇനി ലോകത്തിന് മുന്നിൽ പാടണം. അവർ വിനയത്തോടെ ഗുരുവിനെ മടങ്ങി. ഗുരുദേവ, എവിടെയാണ് ഞങ്ങൾ പാടേണ്ടത്? മഹർഷി പറഞ്ഞു, കാലം വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കും. അങ്ങനെ ആ അവസരം വളരെ അടുത്തെത്തിയിരുന്നു. അയോധ്യയിൽ അതേസമയം ശ്രീരാമൻ വലിയൊരു യാഗം നടത്താൻ തീരുമാനിച്ചിരുന്നു. രാജ്യത്തിന്റെ ക്ഷേമത്തിനും ധർമ്മസ്ഥാപനത്തിനുമായി മഹായാഗം. അയോധ്യയിൽ വളരെ വലിയ ഒരുക്കങ്ങൾ തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹർഷിമാരും രാജാക്കന്മാരും പണ്ഡിതന്മാരും എത്താൻ തുടങ്ങി. അങ്ങനെ യാഗശാല ഒരുക്കപ്പെട്ടു. എല്ലായിടത്തും മംഗളശബ്ദം മുഴങ്ങി. എന്നാൽ ആ മഹായാഗത്തിന്റെ പിന്നിലും ശ്രീരാമന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. രാജാവ് എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചെങ്കിലും ഭർത്താവ് എന്ന നിലയിൽ തന്റെ ഹൃദയം സീതയെ തേടിക്കൊണ്ടിരുന്നു. അവൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അവളെ തിരികെ വിളിക്കാൻ കഴിയാത്ത അവസ്ഥ. രാമൻ മനസ്സിൽ പറഞ്ഞു, സീതേ, നീ എവിടെ ആയിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. അയോധ്യയിൽ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ വാൽമീകി ആശ്രമത്തിലും ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായി. അങ്ങനെ ലവകുശന്മാർ രാമായണം പാടാൻ തയ്യാറായി. അവർക്കറിയില്ലായിരുന്നു അവർ ഉടൻ തന്നെ അയോധ്യയിലെത്തും. അങ്ങനെ അവർ സ്വന്തം പിതാവിന്റെ മുമ്പിൽ നിൽക്കും. അവർ പാടുന്ന ഓരോ വരിയും രാമന്റെ ഹൃദയത്തെ സ്പർശിക്കും. അങ്ങനെ വർഷങ്ങളായി വേർപിരിഞ്ഞു നിന്ന ഒരു കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കാൻ രാമായണ ഗാനം തന്നെ ഒരു പാലമായി മാറാൻ പോവുകയായിരുന്നു. ഒരു വശത്ത് അയോധ്യയിലെ രാജാവായ ശ്രീരാമൻ, മറുവശത്ത് വാൽമീകി ആശ്രമത്തിലെ സീതയും ലവകുശന്മാരും. ഇവർക്കിടയിൽ ദൂരം വളരെ കൂടുതലായിരുന്നു. പക്ഷേ വിധി ആ ദൂരം കുറച്ചുകൊണ്ടിരുന്നു. കാരണം സീതയുടെ കണ്ണീരിൽ നിന്ന് വളർന്ന ആ രണ്ട് ബാലന്മാർ ഇനി ലോകത്തിനു മുന്നിൽ രാമകഥ പാടാൻ പോവുകയാണ്. അവർ പാടുന്ന രാമകഥയിൽ ഒരു ദിവസം അവർ സ്വന്തം ജന്മത്തിന്റെ രഹസ്യം കണ്ടെത്തും. അങ്ങനെ അവരുടെ പാട്ട് കേട്ട് ഒരു ദിവസം രാമന്റെ കണ്ണുകൾ നിറയും. അപ്പോൾ രാമന് മനസ്സിലാവും, ഇവർ എൻ്റെ മക്കളാണ്. ആ മഹത്തായ സംഗമത്തിലേക്കുള്ള യാത്രയാണ് ഇനി തുടങ്ങുന്നത്. നാളെ നമ്മൾക്ക് 3-ാമത്തെ അധ്യായം ലവകുശന്മാരുടെ ബാല്യവും രാമായണ ഗാനത്തിന്റെ ആരംഭവും കേൾക്കാം.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാരാമചന്ദ്ര പ്രഭു കീ ജയ്.